യുകെയിലേക്ക് പഠിക്കാൻ വന്നിട്ട് ഇനി ഒരു കാര്യമില്ല. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഉള്ളവർക്ക് തന്നെ ജോലിയും കിട്ടണില്ല. ഇതായിരിക്കും ഇപ്പോൾ നിങ്ങൾ യുകെയിൽ പഠിക്കാൻ പോയ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യം. ഇതിന്റെ പ്രധാന കാരണം എന്തായിരിക്കും? അതായത് യുകെയിലേക്ക് അഡ്മിഷൻ എടുത്ത് പോകാൻ നിൽക്കുന്ന ഒരു കുട്ടി എപ്പോഴും നോക്കുന്നത് കുറഞ്ഞ ഫീസിൽ പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാവുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കാനായിരിക്കും. അത് തന്നെയായിരിക്കും ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് യുകെയിൽ പോകണം, പാർട്ട് ടൈം ചെയ്യണം. അതല്ലാതെ നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന് ആ ഒരു യുകെ എന്ന് പറയുന്ന രാജ്യത്തെ ഡിമാൻഡ് ഉണ്ടോ, അതൊരു ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ വരുന്ന ഒരു കോഴ്സ് ആണോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ ആണോ, ഇങ്ങനെയൊന്നും ഒരു കുട്ടിയും ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ യുകെയിൽ പഠിക്കാൻ പോകാനായിട്ട് കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ യുകെയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷന് യുകെയിൽ ജോബ് ഡിമാൻഡ് ഉണ്ടോ, സ്കിൽ ഷോർട്ടേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ അഡ്മിഷൻ എടുക്കാവൂ, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കരുത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഓൺലൈനൊക്കെ സാധിക്കും. ഇനി അതല്ല കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യുകെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് നമുക്ക് കേരളത്തിലുണ്ട്. മൈ ഓസം കരിയർ എന്നാണ് അവരുടെ പേര്. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും പേര് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അവരൊന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ഷോർട്ടേജ് ഓക്യുപ്പേഷൻസ് ഏതൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് അവർ പറഞ്ഞു തരും.